ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ദ കുക്ക് ടോപ്പ് സ്റ്റോറീസ്. ഇന്ന് നമ്മൾക്ക് തട്ടുകട സ്റ്റൈലിൽ ഒരു അടിപൊളി എഗ് ഗ്രീൻ പീസ് മസാല തയ്യാറാക്കി നോക്കാം. അതിനായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 7-8 മണിക്കൂർ കുതിർത്തെടുത്ത ഗ്രീൻ പീസ് 1 കപ്പ്. ഇത് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഉപ്പ് കൂടി ചേർത്ത് വേവിച്ച് മാറ്റിവെക്കാം. ഇനി 1/2 കപ്പ് തക്കാളി ചെറുതായി അരിഞ്ഞത്, ഒരു മീഡിയം സൈസ്ഡ് സവാള ചെറുതായി അരിഞ്ഞത്, ഞാനിവിടെ ഏകദേശം 125 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇനി 3 മുട്ട നന്നായി ബീറ്റ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. ആദ്യം നമുക്ക് ഒരു വലിയ പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഉപ്പ് ചേർത്ത് വഴറ്റുമ്പോൾ സവാള പെട്ടെന്ന് സോഫ്റ്റായി കിട്ടും. സവാള ഒന്ന് സോഫ്റ്റായി കഴിഞ്ഞാൽ അതിലേക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് കൂടി ചേർത്ത് ഒന്നുകൂടെ വഴറ്റാം. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്കുള്ള പൊടികൾ ചേർക്കാം. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് 1/4 ടീസ്പൂണിനേക്കാൾ കുറവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല എന്നിവ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് വെന്ത് കിട്ടാനായി കുറച്ചു നേരം പാൻ അടച്ചു വെച്ച് വേവിക്കാം. വല്ലാതെ വെന്ത് ഉടഞ്ഞു പോകണമെന്നില്ല, ഒന്ന് സോഫ്റ്റ് ആയാൽ മതിയാവും. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട്. ഉപ്പ് കൂടി പോവാതെ ശ്രദ്ധിക്കണം, കാരണം നമ്മൾ സവാള വഴറ്റുമ്പോഴും ഗ്രീൻ പീസ് വേവിക്കുമ്പോഴും ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ചേർക്കാം. ഇതൊന്ന് നല്ലപോലെ മസാലയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം അതിനു മുകളിലേക്ക് ബീറ്റ് ചെയ്ത് വെച്ച മുട്ട ഒഴിച്ചു കൊടുക്കാം. അതിനു മുകളിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കാം. മുട്ട ഒഴിച്ച ഉടൻ തന്നെ ഇളക്കരുത്. മുട്ട കുറച്ചൊന്ന് വെന്ത് കിട്ടണം. അതിനായി ഒരു 30 സെക്കൻഡെങ്കിലും നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഞാൻ ഫ്ലെയിം മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. 30 സെക്കൻഡിന് ശേഷം ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഇളക്കിയെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ മുട്ട വല്ലാതെ ചെറുതായി പൊടിഞ്ഞു പോവില്ല. ശേഷം അതിനു മുകളിലേക്ക് കറിവേപ്പില ചേർക്കാം. ഞാൻ കറിവേപ്പില അരിഞ്ഞാണ് ചേർക്കുന്നത്, അല്ലാതെയും ചേർക്കാം. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ തട്ടുകട സ്റ്റൈലിലുള്ള ടേസ്റ്റി എഗ് ഗ്രീൻ പീസ് മസാല ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് ഈവനിങ് സ്നാക്കായും അല്ലാതെയും ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. For more videos, please subscribe to our channel and follow us on Instagram at The Cooktop Stories.